എല്ലാവർക്കും മംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. CKCയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോടെ ഗൗതമല്ല പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചത് എന്ന് പ്രണവിന് മനസ്സിലായെങ്കിലും എന്നത്തെയും പോലെ അവൻ്റെ തനിനിറം കാണിക്കുന്നു. ഗൗതം പ്രണവിനോട് പറയുന്നു, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ഞാനല്ല ഇതൊന്നും ചെയ്തതെന്ന്. ഇനിയെങ്കിലും നീ ഞങ്ങളുടെ കൂടെ ഈശ്വരമംഗലത്തേക്ക് വരണമെന്ന് പറയുമ്പോൾ, ഇല്ലടോ, താനും ഇയാളും ഒക്കെ കണക്കാണ്. എല്ലാവർക്കും എൻ്റെ സ്വത്തിൽ മാത്രമാണ് കണ്ണ്. എൻ്റെ സ്വത്തൊന്നും കിട്ടാതെ ഞാൻ ഈശ്വരമംഗലത്തേക്ക് വരില്ല എന്ന് പറയുന്ന പ്രണവിനെ ഗൗതം അടിക്കുന്നു. ഗൗതം പ്രണവിനെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിടിച്ചു വലിക്കുന്നതോടെ നിധി ഇടപെടുന്നു. വേണ്ട ഗൗതം, നമ്മളല്ല ഇതൊന്നും പ്രണവിനോട് ചെയ്തതെന്ന് നിയമത്തിൻ്റെ സഹായത്തോടെ തന്നെ പ്രണവിന് മനസ്സിലാക്കി കൊടുത്തിട്ടും പ്രണവിന് നമ്മളുടെ കൂടെ വരാൻ കഴിയില്ലെങ്കിൽ അവൻ താനെ മനസ്സിലാക്കി വരും. നമുക്ക് പോകാമെന്ന് പറഞ്ഞ നിധിയും ഗൗതമും പോകുന്നു. ഗൗതമിന് നിധിയോട് വല്ലാതെ സ്നേഹം കൂടുന്നു. നിധി, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ അഭിമാനമാണ് നിരക്ഷിച്ചത്. പ്രണവ് അകത്തേക്ക് ചെന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്നു. ശിവാനിയോട് പോകാമെന്ന് പറയുമ്പോൾ പഠിച്ച കള്ളിയായ ശിവാനി പ്രണവിനെ തടയുന്നു. CKC എങ്കിലും ജ്യോതിർമയി ആൻറ്റിയും ഇതൊക്കെ ചെയ്തത് പ്രണവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ശിവാനി മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥ പ്രണവിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. ബിസിനസ് കാര്യത്തിനായി ഡൽഹിയിലേക്ക് പോകുന്ന പ്രണവിനെ കൊല്ലാൻ ഗൗതം ആളെ വിട്ടെന്നറിഞ്ഞതുകൊണ്ടാണ് CKC എങ്കിൽ പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയതെന്നാണ് ശിവാനിയുടെ കള്ളക്കഥ. എന്നാൽ പ്രണവ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നെ രക്ഷിക്കാനായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് ഗുണ്ടകളെ വച്ച് ഉപദ്രവിച്ചത്, കെട്ടിയിട്ട് തല്ലിച്ചതച്ചത്, ഭക്ഷണവും വെള്ളവും തരാതിരുന്നത്? അതുകൊണ്ട് ഈ കള്ളക്കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല. നമുക്ക് പോകാമെന്ന് ശിവാനിയോട് പറയുമ്പോൾ ശിവാനി അവളുടെ അടുത്ത അടവെടുക്കുന്നു. അവിടെ നിന്നും നമ്മളെ ഇറക്കി വിട്ടതല്ലേ. ആത്മാഭിമാനം പണയപ്പെടുത്തി വീണ്ടും അങ്ങോട്ട് കയറി ചെന്നാൽ ഗൗതമിൻ്റെ അടിമയായി പ്രണവ് ഓഫീസിൽ ജോലി ചെയ്യേണ്ടി വരും. ഈശ്വരമംഗലത്തെ അടുക്കളയിലെ വേലക്കാരിയായി ഞാൻ വീണ്ടും ജീവിക്കേണ്ടി വരും. ആരുമില്ലാതെ പെരുവഴിയിൽ നിന്ന് നമുക്ക് CKC എങ്കിലും ജ്യോതിർമയി ആൻറ്റിയുമാണ് അഭയം തന്നത്. അതേ മോനെ, നിങ്ങളെ ഞങ്ങളുടെ മക്കളായാണ് ഞാനും CKCയും കാണുന്നത്. എന്നെ തനിച്ചാക്കി പോകരുത് മോനെ. മോനോട് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ജ്യോതിർമയി പ്രണവിനോട് പറയുന്നു. ജ്യോതിർമയിയുടെയും ശിവാനിയുടെയും കപട നാടകത്തിൽ വീഴുന്ന പ്രണവ്, ഇല്ല ആൻറ്റി, ഞാൻ പോകുന്നില്ലെന്ന് പറയുന്നു. CKCയെ ജയിലിലാക്കി വരുന്ന ഗൗതമിനെയും നിധിയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്ന പാർവതിയമ്മയോട്, ഇത്രയൊക്കെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ എന്തു മലമറിച്ചാണ് രണ്ടെണ്ണവും വരുന്നതെന്ന് വസുന്ധര ചോദിക്കുന്നു. നിന്റെ കൂട്ടുകാരൻ CKCയെ ജയിലിലാക്കിയാണ് എൻ്റെ മക്കൾ വരുന്നതെന്ന് പറയുന്നു പാർവതിയമ്മ. ഇത് കേട്ട വസുന്ധര ഞെട്ടുന്നു. എന്ത്, CKCയെ ജയിലിലാക്കിയോ? എന്തിന്? എൻ്റെ മോൻ പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചത് ഗൗതമാണെന്ന് കള്ളക്കഥയുണ്ടാക്കി അവനെ ജയിലിലാക്കി. അത് തെളിയിക്കാനായി നിധി കൊടുത്ത ഫോർജറി കേസിൻ്റെ അന്വേഷണത്തിൽ അയാൾ തന്നെ കുറ്റമേറ്റു പറയുന്ന വീഡിയോ കോടതിക്ക് നിധി കൈമാറി. സത്യം ബോധ്യപ്പെട്ട കോടതി CKCയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അനുമതി നൽകി. CKC ഇപ്പോൾ ജയിലിലാണ്. എൻ്റെ രണ്ടു മക്കളെയും തമ്മിൽ തല്ലിച്ച ദുഷ്ടനായ CKCക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തവളല്ലേ വസു നീയെന്ന് പാർവതിയമ്മ വസുന്ധരയോട് ചോദിക്കുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.